കേരളത്തിലെ ജനസാന്ദ്രമായ ഒരു മെട്രോപൊളിറ്റൻ നഗരം, സംസ്ഥാനത്തെ വ്യാപാര വാണിജ്യ രംഗത്ത് സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒരു നഗരം. അങ്ങനെ അവകാശപ്പെടാൻ നേട്ടങ്ങളേറെയുണ്ട് കൊച്ചിക്ക്. പക്ഷേ ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് പറയട്ടെ, ഈ നഗരത്തിൽ ചിലയിടങ്ങളിൽ ഓഫ് റോഡ് റൈഡുകൾക്കും ജീവന് വരെ അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള ചില അതിസാഹസിക യാത്രകൾക്കും സൗകര്യമുണ്ട്. യാത്രയ്ക്ക് വൻതുകകൾ മുടക്കണമെന്നില്ല. സഞ്ചാരമാർഗം ഇഷ്ടാനുസൃതം തിരഞ്ഞെടുക്കുകയും ചെയ്യാം. പക്ഷേ യാത്ര അത് സ്വന്തം റിസ്കിൽ തന്നെയാവണമെന്ന് മാത്രം. ഇൻഷുറൻസ് എടുക്കാത്തവർ എത്രയും വേഗം അതിനുള്ള നടപടികൾ ആരംഭിക്കുക. വാഹനത്തിനും ലൈഫിനും. കാരണം നിരത്തിലിറങ്ങുന്നവരുടെ നടപടിക്കും മുന്നോട്ടുള്ള യാത്ര. നിറച്ചു കുഴിയും ഇതുമാണ്. ഞങ്ങൾക്ക് സൈഡിലേക്ക് പോകാൻ പോലും സ്ഥലമില്ല. ഭയങ്കര ദുരിതങ്ങളാണ്. ഈ കുഴിയിലെ 2 പേര് യങ് മാൻ വീണുപോയി ബൈക്കോടെ. ജലവിതരണ പൈപ്പിടൽ, ടെലിഫോൺ കേബിൾ ഇടാനുള്ള കുഴിയെടുപ്പ്, വീതി കൂട്ടൽ, കുറയ്ക്കൽ, അങ്ങനെ മാസങ്ങളും വർഷങ്ങളും നീളുന്ന അന്ത്യമില്ലാത്ത നവീകരണ പ്രവൃത്തികൾ. പക്ഷേ ദുരിതമനുഭവിക്കുന്നത് പാവം സാധാരണക്കാരും. 2-3 വർഷം കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടത്തേക്ക് മെയിൻ റോഡാണ് KSRTC, അതുപോലെ തന്നെ റെയിൽവേയിലേക്ക് പോകണമെങ്കിൽ സൗത്തിലേക്ക് പോകണ മെയിൻ റോഡാണ്. ജോലി എടുത്ത് കിട്ടുന്ന കാശ് ഈ പെട്രോൾ അടിക്കാനും ഈ ബ്ലോക്കിൽ കിടന്നിട്ട് കഷ്ടപ്പെട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ആട്ടോക്കാരും അതല്ലാന്നുണ്ടെന്ന് വെച്ചെങ്കിൽ വണ്ടിക്കാരും ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഇതിലെ വണ്ടി ഓടിക്കുന്നത്. ആരോട് പറഞ്ഞിട്ടൊരു പ്രയോജനമില്ല. പിന്നെ എന്ത് പറയാനാ? ഇടറോഡുകൾ മാത്രമല്ല, ചിറ്റൂർ റോഡ് ഉൾപ്പെടെ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളുടെ അവസ്ഥ പോലും ശോചനീയം. അനാസ്ഥ തുടർന്നാൽ റോഡിലൂടെ ചെറുകിട വള്ളങ്ങളും ഓടിക്കാമെന്ന സ്ഥിതിയും. ഇതിനോടെല്ലാം പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് ഇത്രമാത്രം: ഉറക്കം നടിച്ചതു മതി, ഉണരൂ അധികാരികളെ. എറണാകുളം ഇക്കണക്കിന് പോയാൽ പേര് തന്നെ അനർത്ഥമാകുന്ന ലക്ഷണമാണ്. അപ്പോൾ യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം സ്നേഹ മോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.